ഇന്ന് പരിപ്പില്ലാതെ തയ്യാറാക്കാവുന്ന ഒരു തക്കാളി സാമ്പാറാണ് നമ്മുടെ റെസിപ്പി. ഇഡ്ഡലിക്ക്, ദോശയ്ക്ക്, ചോറിനെല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടാക്കുന്നതാണ്. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. 3 തക്കാളി എടുത്തിട്ടുണ്ട്, 1 സവാള എടുത്തിട്ടുണ്ട്. ഈ തക്കാളി വെള്ളത്തിലിട്ടൊന്ന് വേവിച്ചെടുക്കാം. തൊലിയൊക്കെ പൊട്ടി വരുന്ന വരേക്ക് ഇതൊന്ന് വേവാനായിട്ട് വെച്ചിട്ടുണ്ട്. ആ സമയം കൊണ്ട് നമുക്ക് സവാള അരിഞ്ഞെടുക്കാം. പിന്നെ ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട്, കുറച്ച് കരിവേപ്പില. വളരെ കുറച്ച് സാധനങ്ങൾ മതി. നമുക്ക് പച്ചക്കറികളൊന്നും കയ്യിലറിയില്ലെങ്കിൽ വളരെ പെട്ടെന്ന് ഈസിയായിട്ട് തയ്യാറാക്കാവുന്ന ഒരു സാമ്പാറാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വെള്ളം തിളച്ചു, തക്കാളിയൊക്കെ ഒന്ന് പൊട്ടി വന്നാൽ മതി, അതിന് തൊലിയൊക്കെ. ആ സമയത്ത് നമുക്കിതെടുത്ത് തണുക്കാനായിട്ട് വയ്ക്കാം. നല്ലൊരു നന്നായിട്ട് പഴുത്ത തക്കാളി എടുത്തോളൂ, നല്ലതായിരിക്കും. സൈഡൊക്കെ കണ്ട പൊട്ടി വന്നിട്ടുണ്ട്, അതാണ് അതിൻ്റെ പാകം. തണുത്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം. പരിപ്പൊന്നും വേവിക്കാത്തതുകൊണ്ട് തന്നെ നമുക്ക് വളരെ പെട്ടെന്ന് ഇത് തയ്യാറാക്കാം. തൊലിയെല്ലാം കളഞ്ഞ് തക്കാളി എടുത്തിട്ടുണ്ട്. ഇതിന് നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് അരച്ചെടുക്കാം. വെള്ളമൊന്നും ഒഴിക്കണ്ട, അല്ലാതെ ഒരു പേസ്റ്റാക്കി എടുക്കാം. തക്കാളി ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. നമുക്കൊരു ചീനച്ചട്ടി വെച്ച് ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ നമ്മൾ ഉപയോഗിക്കുന്ന ഏതാണോ അത് ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കുക. ജീരകം ചെറുതായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർക്കാം. കൂടെ 1 ഉണക്കമുളക് ചേർത്തിട്ടുണ്ട്. 2 കരിവേപ്പിലയും കൂടെ ചേർത്ത് ചൂടാക്കിയെടുക്കാം. എല്ലാം നന്നായിട്ട് വഴറ്റിയെടുക്കാം. അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കുക. സവാള ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. പച്ചമുളകും കൂടി ചേർത്തിട്ടുണ്ട്. ഒരുവിധം ഒന്ന് വഴറ്റിയെടുത്താൽ മതിയാവും. ഉള്ളി വഴന്ന് വരുമ്പോൾ അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി 1/2 ടീസ്പൂൺ, മുളക് പൊടി 1/2 ടീസ്പൂൺ. എരിവിനാവശ്യമനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാൻ നമുക്ക്. പിന്നെ സാമ്പാർ പൗഡർ, നമ്മൾ ഉപയോഗിക്കുന്ന ഏത് സാമ്പാർ പൗഡറാണെങ്കിലും മതി, 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിന് തീരെ കുറച്ച് വെച്ച്, പൊടികളൊക്കെ അല്ലേ അപ്പോൾ പെട്ടെന്ന് കരിയാതിരിക്കാനായിട്ട് തീ കുറച്ച് വെച്ച് നന്നായിട്ട് ഇളക്കിയെടുക്കുക. അതിൻ്റെയൊക്കെ പച്ചവാസന മാറുന്നവരെ വഴറ്റിയെടുക്കണം. അതിലേക്ക് ആവശ്യമുള്ള കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് നോക്കിയിട്ട് ചേർക്കാം. ഉള്ളിയൊക്കെ വഴന്നു വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ തക്കാളി അരച്ചതും തേങ്ങാപ്പീരി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിന് തക്കാളിയുടെ പച്ചവാസനയൊക്കെ മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അതിനുശേഷം നമുക്ക് എത്ര വെള്ളം ആവശ്യമുണ്ടോ അത്രയും വെള്ളം ചേർത്ത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. ഇനിയും ആവശ്യമുള്ള ഉപ്പ് നോക്കി നമുക്ക് പാകത്തിന് ചേർത്ത് കൊടുക്കാം. തിളയ്ക്കാനായിട്ട് നമുക്ക് ഫ്ലെയിം അല്പം
മീഡിയം ഫ്ലെയിമിലേക്ക് കൂട്ടി വെച്ചിട്ടുണ്ട്. നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമുക്കതിലേക്ക് ഒരു ടീസ്പൂണോളം ഒരു ചെറിയൊരു പിടി മല്ലിയില ചെറുതായി അരിഞ്ഞതോടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ സാമ്പാർ നല്ലൊരു ടിഫിൻ സാമ്പാറൊക്കെ നല്ല ടേസ്റ്റ് കൊടുക്കും. ഇത് ഇത്രയേ ഉള്ളൂ. വളരെ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാം. നല്ല ടേസ്റ്റിയാണ്. വെള്ളമൊക്കെ നമ്മുടെ ആവശ്യമനുസരിച്ച് ചേർക്കാം. നന്നായിട്ട് ഒന്ന് തിളച്ച് വന്നാൽ മതിയാവും. നമുക്കിതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. നമ്മുടെ ടിഫിൻ സാമ്പാർ ഇങ്ങനെ തയ്യാറായിട്ടുണ്ട്. രാവിലെ നല്ല ചൂട് ഇഡ്ഡലിയുടെ കൂടെയൊക്കെ സെർവ് ചെയ്യാൻ നല്ല പറ്റിയ ഒരു സാമ്പാറാണ്. എല്ലാവർക്കും സാധാരണ ഇങ്ങനെ സാമ്പാർ ഡിപ്പ് ചെയ്ത് ധാരാളം സാമ്പാർ ഒഴിച്ച് കഴിക്കുന്നതല്ലേ സാറിന് ഇഷ്ടം. ഇത് അതുപോലെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണിത്. ഇന്നത്തെ സാമ്പാറിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.